യൂട്യൂബ് ചാനൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ശ്രീഹരി. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ ഒരു ഫങ്ഷന് വന്നിരിക്കുകയാണ് ഗായ്സ്. അതിലത്തെ ഇവിടെ ഒരു ഇവിടെ നിന്ന് നല്ല കാറ്റാണ് കേട്ടോ ഗൈസ്. എപ്പോൾ വന്നാലും നല്ല കാറ്റായിരിക്കും. ഉച്ചയായിട്ട് വന്നാലും നല്ല കാറ്റുണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളൊരു കല്യാണത്തിന് വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കേശു അച്ഛനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. കേശു അവിടെ കൂടെ നടന്ന് വരണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വെളുപ്പിന് വന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. ശബരിമല ക്ഷേത്രത്തിൽ ഇതുപോലെ 18 സ്വർണ്ണപ്പടികളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രമുറ്റത്തായി ഒരു വലിയ ആൽമരവുമുണ്ട്. ഇതിനടുത്തുള്ള മണ്ഡപത്തിൽ വച്ചാണ് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് റിലേറ്റീവ്സ് പങ്കെടുക്കുന്ന ചെറിയൊരു ഫംഗ്ഷനായിരുന്നു ഇത്. സ്റ്റേജൊക്കെ നല്ല ക്ലാസിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് അച്ചാച്ചൻ്റെ ഒപ്പം ആദ്യം ഉണ്ണിമാമനാണ് സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലത്തൊക്കെ ആയിരുന്നു. ജ്യോതി ലക്ഷ്മി എന്നാണ് ആ ആൻറ്റിയുടെ പേര്. ആൻറ്റിയുടെ പേര് ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു. അവർ രണ്ടുപേരും വന്ന് അവിടെ ഇരുന്നു. എന്നിട്ട് ജാതകം കൈമാറുവാണ് കേട്ടോ ഗൈസ്. എന്നിട്ടാണ് കേട്ടോ ഗൈസ് ഇത് പറയുന്നത്, കല്യാണത്തിൻ്റെ ഡേറ്റ് പറയുന്നത്. എന്നിട്ട് അവർ റിംഗ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഈ കല്യാണം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കട്ടപ്പനയാണ് കേട്ടോ ഗൈസ്. നല്ല ചൂടുള്ള സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ആൻറ്റിക്കും മാമനും നല്ലൊരു ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട്, അഡ്വാൻസ്ഡ് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഗൈസ് ഇവരുടെ ആൻറ്റിയുടെ മാമൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഗൈസ്. അവരുടെ മുഖം നോക്കിയാൽ മനസ്സിലാവും, ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് എന്നിട്ട് ജാതകം വായിക്കുവാണ് കേട്ടോ ഗൈസ്. അവിടെ ഒരു അങ്കിള് വന്നിട്ട് ആ ജാതകം വായിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത് കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇനി 1 മന്തും കൂടി. ഇടുക്കി താലൂക്കിൽ കാഞ്ചാർ പഞ്ചായത്ത് ലബ്ബക്കട പുതുപ്പറമ്പ് രാജീവ് കുമാർ വിജയമ്മ അവരുടെ പുത്രി നക്ഷത്ര ജാതയായ ജ്യോതിലക്ഷ്മിയും ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ രാജകുമാരി പഞ്ചായത്ത് കുളപ്പാറക്കയിൽ അനീഷ് നിവാസും ഗോപാലകൃഷ്ണൻ നായർ ആനന്ദവല്ലി അവരുടെ പുത്രൻ അത്തം നക്ഷത്രജാതനായ അജിത്തും തമ്മിലുള്ള വിവാഹം ചിന്തിച്ചത് 1200-ആം ആണ്ട്. അപ്പോൾ ഗൈസ് ഇത് വായിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യേണ്ടത്. കറക്റ്റ് 1 മന്ത് ഉള്ളൂ കേട്ടോ ഗൈസിന്. കല്യാണത്തിന് വെക്കേഷനും കൂടി ആയതുകൊണ്ട് കറക്റ്റായിട്ട് നല്ലോണം കൂടി അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു കല്യാണമാണ് കേട്ടോ ഗൈസ് ഈ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോഴാണ് കേട്ടോ ഗൈസ് ശരിക്കുള്ള ക്യാമറാമാനൊക്കെ വന്നത്. അപ്പോൾ ക്യാമറാമാൻ എന്ന് പറയുന്നത് കേശു ഉണ്ടോ ഗൈസ്. മോതിരമാറ്റത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടതാണ് കേട്ടോ. അവൻ കറക്റ്റായിട്ട് വീഡിയോ എടുത്തു. അവനോട് ചോദിച്ചപ്പോൾ യൂട്യൂബിൽ ഇടാനൊക്കെ ആണെന്നാണ് കേട്ടോ ഗൈസ് കേശു പറഞ്ഞത്. ഇപ്പോൾ മോതിരമാറ്റത്തിലാണോ ശ്രദ്ധിക്കേണ്ടത്, കേശുവിൻ്റെ ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കണേലാണോ ശ്രദ്ധിക്കേണ്ടതെന്ന് സംശയമായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ മോതിരമാറ്റവും ഉണ്ണിമാമനും ജ്യോതി ആൻറ്റിയും കൂടിയും മോതിരമൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ ഗൈസ്. അവിടെ ഇതാണ് കേട്ടോ ഗൈസ് അവരുടെ ഫാമിലി എന്നൊക്കെ പറയുന്നത്. അപ്പം ഗൈസ് ഇതാണ് കേട്ടോ ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത്. അച്ചാച്ചനും അമ്മമ്മയും ആൻറ്റിമാരും മാമന്മാരും ഒക്കെയാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ കേട്ടോ ഗൈസ്. അമ്മയും ഞാനും കേശും അച്ഛനും ഒക്കെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഞങ്ങളും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് ഗൈസ്. അവിടെ ഫോട്ടോ എടുക്കണം തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇത് സ്ഥലം കട്ടപ്പനയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഗൈസ് ഫുഡിന്. അപ്പോൾ ഗൈസ് ഞങ്ങൾ രാവിലെയാണ് വന്നതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ യാത്രയുടെ വീഡിയോ ആയിട്ട് ഞാൻ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.